അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഷമ്മാസിൻ്റെ ചുണ്ടുകൾ അതാ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. റബ്ബേ, നീ എത്ര കാരുണ്യവാനാണ് അല്ലാഹ്. എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ രക്ഷിച്ച യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല അല്ലാഹ്. ഷമ്മാസ് കരഞ്ഞുകൊണ്ടായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലെ സ്റ്റാഫുകൾ പലരും സങ്കടത്തിലായിരുന്നു. പലരും വാടക വീട്ടിൽ താമസിക്കുന്നവർ, ഭാര്യയുടെ പ്രസവം അടുത്തവർ, മാതാപിതാക്കൾക്ക് സുഖമില്ലാത്തവർ, അതെ, എല്ലാവർക്കും വളരെയധികം ഹെൽപ്പായിരുന്നു ഷമ്മാസ് നൽകിയിരുന്നത്. എന്തൊക്കെ തന്നെ ഷമ്മാസിനോട് പറഞ്ഞാലും അപ്പോൾ തന്നെ ഷമ്മാസ് ഒരു പ്രതിവിധി കാണും. എന്തൊരു കാര്യം ഷമ്മാസിനോട് അവർ പറയാതിരുന്നാലും ഷമ്മാസിന് വിഷമമാണ്. എടാ, എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയണ്ടടാ. നീ എന്താടാ ഇങ്ങനെ കടം വാങ്ങിയിട്ടൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിവിടെ ഉണ്ടാവുമ്പോൾ നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തൻ്റെ സ്റ്റാഫിലെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അതെ, മാതാപിതാക്കൾക്ക് സുഖമില്ല, പെട്ടെന്ന് ബ്ലോക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരോടും കടം വാങ്ങി ചെയ്തത് ഷമ്മാസ് അറിഞ്ഞപ്പോഴാണ് ഷമ്മാസ് ഈ ഒരു കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയ നിമിഷം അവൻ. മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഷമ്മാസ് പറയാറുണ്ട്, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരെ, ജ്യേഷ്ഠന്മാരെ, പിന്നെ ഈ സ്റ്റാഫ്, ഈ ഒരു ഷോപ്പിലെ സ്റ്റാഫുകളെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരെ പോലെ തന്നെയാണ്. ഒരിക്കൽ പോലും ഞാൻ നിങ്ങൾ പണിക്കാരായിട്ട് കരുതുന്നില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അതെ സർ, തീർച്ചയായും ഒരിക്കൽ പോലും ഞങ്ങൾ ഒരു ജോലിക്കാരായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠന്യന്മാരെ പോലെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് പറയാതിരിക്കരുത്. എനിക്കറിയില്ലല്ലോ, അള്ളാഹു എനിക്ക് അറിയിച്ച് തരില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരാളോടും പുറത്ത് പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ സ്റ്റാഫിന് എന്തെങ്കിലും വീട്ടുകാർക്കോ ഭാര്യക്കോ ഉമ്മ ഉപ്പ അനിയന്മാർ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് എന്ത് തന്നെ ഉണ്ടാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു വീട് പണി ആയാലും, ഇനി ഒരു പെങ്ങളെ കെട്ടിക്കലാണെങ്കിലും, അതുപോലെ ഒരു വീട് കുടിയിരിക്കലാണെങ്കിലും, എന്തൊക്കെ തന്നെയാലും നിങ്ങൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. എന്നോട് പറയാൻ ഞാൻ ഒന്നും അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ തരും. അതിൽ ഷോപ്പിൽ ഒരുത്തൻ്റെ വീട്ടിൽ കൂടൽ കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഷമ്മാസ് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തത്. അതെ, ആ വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും ഷമ്മാസിൻ്റെ വകയായിട്ട് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. പാവപ്പെട്ട ആളായിരുന്നു. അതുപോലെ പെങ്ങളുടെ കല്യാണമുണ്ട്. ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ്, ലോൺ എടുത്തിട്ടാണ് സ്വർണം വാങ്ങുന്നത്. എന്നാൽ ഷമ്മാസ് ഒന്നും അറിയാതെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു നോട്ട് കെട്ടുകൾ, സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയ നിമിഷങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വല്ലാത്ത വിഷമമാണ്. കാരണം ഈ ഷോപ്പ് ഒഴിവാക്കുകയാണ്. ഷോപ്പിൽ വേറെ ആളുകളാണ്. ഇപ്പോൾ പഴയ പോലെ അത്ര സ്റ്റാഫ് വേണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുവിധ സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കുകയാണ്. ഈ ഷോപ്പിൽ അത്ര സ്റ്റാഫിൻ്റെ ആവശ്യമില്ലെങ്കിലും ഏകദേശം 10-30 ചുരുങ്ങിയതാണുള്ളത് ആ ഒരു ഷോപ്പിൽ. അത്ര ആവശ്യമില്ലെങ്കിൽ കൂടിയിട്ട് ഷമ്മാസ് അവരെ പിരിച്ചുവിടുന്നില്ല. കാരണം അവരുടെ കഞ്ഞി കൂടി ഒരിക്കലും മുട്ടിക്കരുത് എന്ന് കരുതിയിട്ട്. എന്നാൽ അൽഹംദുലില്ലാ, റഹ്മത്തും ബർക്കത്തും ഉണ്ട് ആ ഷോപ്പിന്. ഐഷുമ്മയുടെ പേര് വെച്ച ആ ഒരു ഷോപ്പിൽ നല്ല ബിസിനസ്സാണ്, തിരക്കാണ്, ഭയങ്കര ഓഫറാണ്, കാര്യങ്ങളാണ്, എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ ഒരു ഷോപ്പ് ഒഴിവാക്കുകയാണ്, ഇത്രയും സ്റ്റാഫ് ഇവിടെ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ സങ്കടമായിരുന്നു. അല്ലാ, ഞങ്ങളെ ജീവിതം മുട്ടി റഹ്മാനെ, ഞങ്ങൾ എന്ത് ചെയ്യും ഇനി? അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന പണിയൊക്കെ അല്ല കൂടുതൽ പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ട് അക്കൗണ്ടിങ് കാര്യങ്ങൾ, സെയിൽസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതും അതിൻ്റെ അപ്പുറം ഷമ്മാസ് തരും. അതാണ് വലിയൊരു ആശ്വാസം. പ്രിയപ്പെട്ടവരോടെല്ലാം ഷോപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വിതുമ്പുകയായിരുന്നു. ഇന്നാണ് അവസാന ദിവസം. പ്രിയപ്പെട്ട ബോസിനെ കാത്തിരിക്കുകയാണ്. അത് ചാവി കൈമാറുകയാണ് മുതലാളിക്ക്. അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒന്നും എത്തിയിട്ടില്ല. ഷമ്മാസിനെ ഇവർ കാത്തിരിക്കുന്നു. എടാ, എന്നാൽ ശരിയിട്ട് നമ്മൾ ഇന്നത്തോടു കൂടി
പോകും ഇൻഷാ അള്ളാ. എവിടെയും വെച്ച് കാണാം. എവിടെയെങ്കിലും ജോലി കിട്ടണം, എന്നെ ഒന്ന് അറിയിക്കണേ. ഭാര്യ ഗർഭിണിയാണെടാ. ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. എടാ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നമ്മുടെ ബോസിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടല്ലേ ഇത് കൊടുക്കണത്. സാറല്ല, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. എടാ അടുത്ത മാസമാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഇരട്ട കുട്ടികളാണ്. അതിനൊക്കെ ഒരു സംഖ്യ ആയോടാ. എനിക്ക് ഇവിടെ ആകുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഷമ്മാസിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന്. ഒന്നും സാരല്ല, അതൊക്കെ റെഡി ആയിക്കോളും. എല്ലാവരും കരഞ്ഞു പിരിയുവാൻ വേണ്ടി അവരുടെ ബാഗും സാധനങ്ങളുമെല്ലാം എടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്നതാ ഷമ്മാസിൻ്റെ ബുള്ളറ്റ് അതുവഴി വന്നു. ഷമ്മാസ് ബുള്ളറ്റിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സങ്കടമായി. എന്നും കാറിലായിരുന്നു വന്നിരുന്നത്, ഇപ്പോൾ ഈയിടെറ്റ് ബുള്ളറ്റിലാണ്. മക്കളെ എന്തായി? ഷമ്മാസ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. കയ്യിൽ വലിയൊരു പൊതിയുമുണ്ട്. എന്തായി? എല്ലാവരും സെറ്റായോ പോകാൻ വേണ്ടിയിട്ട്? എന്താല്ലേ ഇവിടുന്ന് പോകാൻ ധൃതിയായി നിങ്ങൾക്ക്? അല്ല ബോസേ, ഒരിക്കലും അല്ല. നിങ്ങൾ ഷോപ്പിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സത്യമായിട്ട്. എന്നാൽ വരും, നമുക്കൊരു കേക്കൊക്കെ മുറിക്കാം. കേക്കോ? കേക്ക് വേണ്ടാത്തത് മധുരപാനീയം, എന്തെങ്കിലും മധുരം. അപ്പോൾ പിന്നെ കേക്ക് ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. സാറേ, പിരിയുമ്പോഴും ഈ കേക്ക് മധുരം തന്നിട്ടാണോ ഞങ്ങളെ പറഞ്ഞേക്കുന്നത്? അതിലൊരുത്ത് ചോദിച്ചു. എടാ ഷമീറേ, നീ വിഷമിക്കല്ലേ. വാ, നമുക്ക് കേക്ക് ഒന്ന് മുറിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് മധുരം കൊടുത്ത് ആഘോഷിക്കാൻ നല്ല പിരിയാം. അത് എങ്ങനെ കഴിയുന്നു? പെട്ടെന്ന് അതാ ആ ഷോപ്പിലെ ഷമീർ എന്നുള്ള ആ വ്യക്തിയെ കൊണ്ട് തന്നെ ആ കേക്ക് കട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അടുത്ത മാസമാണ് ഭാര്യയുടെ ഡെലിവറി. ഇരട്ട കുഞ്ഞുങ്ങളാണ്. ഷമീർ ഇവിടെ വരൂ. എന്തൊക്കെയുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ റാഹത്തല്ലേ? കരഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ബോസേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കുട്ടികളിൽ ഒന്നിനെ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ഭാര്യ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിരുന്നു. അതൊന്നും സാരല്ല, ഒക്കെ ഇൻഷാ അല്ലാ റെഡി ആവട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ നമുക്ക്. വാ ഷമീറ, ഇത് കട്ട് ചെയ്യ്. ആ കേക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയി. അതിൽ ഐഷാസ് മൊബൈൽ വേൾഡ് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. വരുന്ന വഴിക്ക് ഷമ്മാസ് ഒരു ഷോപ്പിൽ കയറിയിട്ട് വലിയൊരു കേക്ക് ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ പേരെഴുതിപ്പിച്ചു നേരെ കൊണ്ടുവരികയായിരുന്നു. അല്ല ബോസ്, എങ്ങനെയാണ് അത് നിങ്ങൾ കൊണ്ടുവന്നത്? ഞാനിടാ അത് എങ്ങനെയൊക്കെ എനിക്ക് അറിയുന്നില്ല. എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ ചോദിച്ചു. ഒന്നും പറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ, എന്നാൽ വരി കഴിക്ക്. ബോസേ, അത് ഞങ്ങൾക്ക് കഴിയണില്ല. പിരിഞ്ഞു പോവല്ലേ. ഈ ഒരു ഷോപ്പിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, സമാധാനം ഉണ്ടാക്കടെ. ബോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഫുഡ് കാര്യങ്ങൾ, അതൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇനി ഞങ്ങളുടെ ജീവിതം വിഷമിക്കല്ലേടാ, ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എന്താണ് നിങ്ങളിങ്ങനെ ഹാപ്പി ആകത്ത്? ബോസേ, നിങ്ങളെ മനസ്സിനുള്ളിൽ സങ്കടമുണ്ട് അല്ലേ? ഇല്ല, ഞാൻ ഒരു സർപ്രൈസ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ മധുരങ്ങൾ കഴിക്കണം. എങ്കിലും ഞാൻ ഷുഗറുള്ളൊരു താരമില്ലല്ലോ. ഇല്ല, ഓക്കെ, മധുരം കഴിച്ചതിന് ശേഷം ഞാൻ പറയാം. ശരിക്കും അവർക്കറിയാമായിരുന്നു, അതെ, നാളെ മുതൽ നിങ്ങൾ ഇനി ഷോപ്പിലേക്ക് വരണ്ട എന്ന് പറയാനായിരിക്കും എന്നുള്ളത്. നാളെ വിഷാദമായ മൂകമായ ഐഷാസ് മൊബൈൽസ് വേൾഡിൻ്റെ ആ ഒരു ബോർഡ് പൊളിച്ചു മാറ്റുന്ന ദിവസമാണ്. അത് പൊളിച്ചു മാറ്റി അവർ മറ്റൊരു ബോർഡ് സ്ഥാപിക്കും. അതെ, അവരുടെ എന്നേക്കുമായി ഉമ്മയുടെ പേരുള്ള ആ ബോർഡിനെയും അത് താഴേക്ക് വീഴും. എല്ലാവർക്കും അതെല്ലാം ആലോചിച്ചപ്പോൾ നല്ല സങ്കടമായിരുന്നു. പ്രത്യേകിച്ച് ഷമ്മാസ് ഒരുപാട് കരഞ്ഞിരുന്നു ആ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ അതാ അവർ കേക്ക് മുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവർ ഷമ്മാസിൻ്റെ വായിലേക്ക് തന്നെ ആദ്യം, മോനെ കുറച്ച് മതി, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ. എല്ലാവരുടെയും വായിലേക്ക് ഷമ്മാസ് തന്നെ ഓരോ കഷ്ണം വെച്ച് കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സന്തോഷത്തിൻ്റെ മാത്രമല്ല, സങ്കട കണ്ണീർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബോസേ, എന്ത് കടം വന്നിട്ടാണ് നിങ്ങളിതെല്ലാം കൊടുക്കുന്നത്? സ്റ്റാഫുകളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് അറിയാതെ കരഞ്ഞുപോയി. മക്കളെ വരി, എല്ലാവരും മധുരം കഴിച്ചില്ലേ? ഇനി ഒരു സന്തോഷ വാർത്ത പറയാം. ബോസേ, നിങ്ങളെന്താ പറയേ? ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മക്കളെ, നിങ്ങളാരും ഈ ഷോപ്പിൽ നിന്ന് പോകണ്ട. ഇത് നമ്മുടെ ഷോപ്പ് തന്നെയാണ്. ഇതൊന്നും നമ്മുടെ ഷോപ്പ് തന്നെയായിരിക്കും.
ഷമ്മാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ അവരെല്ലാവരും അത് കേട്ടപ്പോൾ എന്ന് ഉച്ചത്തിൽ ശബ്ദം വെക്കുകയായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അല്ലാ. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഷമ്മാസിൻ്റെ അടുക്കലെത്തി അവരെല്ലാവരും, ബോസെ സത്യമാണ് ബോസെ, ഞങ്ങളൊത്തിരി കരഞ്ഞിട്ടോ, ഞങ്ങൾക്കൊണ്ട് കഴിയണില്ലായിരുന്നു ഇവിടെ നിന്ന് പോകുന്നത്. സത്യമാണോ ബോസെ? അതേടാ, നമ്മൾക്ക് ഈ ഷോപ്പും ഹിജാബി എന്ന് പറഞ്ഞ ഷോപ്പും എല്ലാം നമുക്ക് തന്നെ തിരിച്ചെടുക്കാം. അള്ളാഹു അനുഗ്രഹിച്ചു എന്നെ, പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട് മക്കളെ. നമുക്ക് എല്ലാത്തിനും പടച്ച റബ്ബിനോട് നിങ്ങൾ ശുക്ർ ചൊരിഞ്ഞോളൂ, ഹംദ് ചൊരിഞ്ഞോളൂ, അള്ളാഹുവിനെ എപ്പോഴും ഓർത്ത് ജീവിച്ചോളൂ. അള്ളാഹു കൈവിടില്ല. സത്യമായിട്ടും ബോസേ സത്യമാണോ? സത്യം പറഞ്ഞാൽ സ്റ്റാഫുകളെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി. അതെ, ആ നിമിഷം നാളെ മുതൽ ഞങ്ങൾക്ക് എങ്ങനെ ക്യാഷ് കിട്ടും, നാളെ മുതൽ എങ്ങനെ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടും, എൻ്റെ റബ്ബേ അല്ലാ. ഷമീറും പൊട്ടിക്കരയുകയായിരുന്നു. അതെ, തൻ്റെ ഗർഭിണിയായ ഭാര്യ ഇരട്ടിക്കുട്ടികളെ വയറ്റിൽ ചുമന്ന അവൾ വളരെയധികം സീരിയസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്താലും അല്ലാ അതിനുള്ള ക്യാഷൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഷമീറിനൊക്കെ വല്ലാത്ത സന്തോഷമാണ് ആയത്. അല്ലാ റബ്ബേ, മക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളെന്തൊക്കെ ആക്കിയാലും, നമ്മളെന്തൊക്കെ തെറ്റ് നമ്മളൊക്കെ അറിയാതെ ചെയ്തു പോയാലും ചെയ്യാൻ പാടില്ല. അഥവാ തെറ്റ് പറ്റിപ്പോയി വിചാരിച്ചു, കാരണം ഇബിലീസ് കൂടെ നടക്കുകയാണ്, നമ്മളുടെ കൂടെ നടക്കുകയാണ് ഇബിലീസ്. അഥവാ പറ്റിപ്പോയാലും നമ്മൾ എന്ത് വേണം, നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുക. പടച്ച റബ്ബേ, എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി റബ്ബേ, നീ പൊറുക്കല്ല, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി അല്ല. പക്ഷേ ബിലീസ് കൂടെ നടക്കുക നമ്മളെ തെറ്റിലേക്ക്. അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, പാടില്ലാത്ത ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് നടക്കുകയാണ്. അപ്പോൾ മക്കളെ, എൻ്റെ സ്റ്റാഫുകളോട് മൊത്തത്തിൽ ഞാൻ പറയാനുള്ളത്, ഈ ഒരു ഷോപ്പിൽ മാത്രം എനിക്ക് 30 സ്റ്റാഫുകളാണുള്ളത്, മറ്റേ ഷോപ്പിൽ വേറെയുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പഠിച്ചവനെ ഓർക്കുക, അതന്നെ വലിയത്. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലാ ഞാൻ അത് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാ ഞാൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ആരോട് പറയില്ലെങ്കിൽ പടച്ച റബ്ബിനോട് സമ്മതം ചോദിക്കുക. അള്ളാഹുവേ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യത്തിൽ അള്ളാഹു നമുക്കൊരു എല്ലാത്തിനും രക്ഷ ലഭിക്കും. എന്തോ നമ്മൾ പഠിച്ചവനോട് ചോദിക്കുക. എന്തെങ്കിലും കാണാതായിക്കഴിഞ്ഞാൽ റബ്ബേ അല്ലാ എന്താ ഞാൻ ചെയ്യുക, എൻ്റെ അത് ആ വസ്തു കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ റബ്ബേ പഠിച്ചവനെ ഒരു വഴിയില്ലല്ലോ, നീ മാത്രമാണല്ലോ എൻ്റെ വഴികാട്ടി. അതുകൊണ്ടല്ല എനിക്ക് റഹ്മാനെ നീ കാണിച്ചു കൊണ്ടല്ല. പഠിച്ചവൻ്റെ മുമ്പിൽ ഒരു കുട്ടിയാകുക, നമ്മൾ കരയുക, കെഞ്ചി പറയുക, ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ തരാമെന്നല്ലേ, കെഞ്ചി പറയുക, ഒരു കൊച്ചു കുട്ടിയാവുക, കൊച്ചു കുട്ടിയെ പോലെ വിതുമ്പി കരയുക അള്ളാഹുവിൻ്റെ മുമ്പിൽ. തീർച്ചയായും അള്ളാഹു നമുക്കതിൻ്റെ ഫലം കാണിച്ചു തരും മക്കളെ. അപ്പോൾ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ. 5 വക്ത സുന്നത്തൊന്നും എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, എടുത്ത ഏറ്റവും നല്ലതാണ്. നിസ്കാരം 5 വക്തിലായിരുന്നു. ഇവിടുന്ന് ഇതുവരെ ഞങ്ങൾ ശീലിപ്പിച്ച് അങ്ങനല്ലേ, ബാങ്ക് കൊടുത്താൽ ഞാൻ പിന്നെ ഒരു കുട്ടിയോട് ഇവിടെ ഷോപ്പിൽ നിർത്തില്ല, കുറച്ച് ടൈം ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വരും. അതന്നെ, അല്ലാതെ ആ നേരത്തെ ബിസിനസ്സൊന്നും നമുക്ക് വേണ്ട, ബാങ്ക് കൊടുക്കണ നേരത്തൊന്നും. അത് പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് ബാക്കി ചെയ്യുക. എന്നാലേ മക്കളെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ കച്ചവടത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയണ പോലെ ഞാൻ പറയുന്നത്, എൻ്റെ സ്വന്തം അനിയന്മാരാണ് നിങ്ങൾ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കൽ പോലും നിസ്കാരം ഒഴിവാക്കരുത്, അള്ളാഹുവിനെ മറന്നൊന്നും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം നിങ്ങളോടൊക്കെ ഞാൻ പറയുന്ന പോലെ, എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം, ഒരു മടിയും കാണിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ തന്നിരിക്കും. സത്യം പറഞ്ഞാൽ അവരെല്ലാം ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് കരഞ്ഞു പോവുകയാണ് ചെയ്തത്. ബോസേ, നിങ്ങൾ അള്ളാഹുമായിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ തന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ മുതൽ വർക്കിന് തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ്. ഷമ്മാസ് വളരെയധികം ഉഷാറോട് കൂടിയാണ് അന്ന് ഷോപ്പിൽ നിന്ന് അവർക്ക് ഉപദേശങ്ങളെല്ലാം കൊടുത്ത്. മക്കളെ ഞാനിപ്പോൾ വരാം കേട്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഓക്കെ. ഷമ്മാസ് നേരെ പോയത് തൻ്റെ കാറ് കൊണ്ടുപോയിട്ട് ആ ഒരു ഷോറൂമിലേക്കായിരുന്നു. നല്ല അടിപൊളി കാറുകളുണ്ട്, അടിപൊളി ബൈക്കുകളുണ്ട്, സ്കൂട്ടി എല്ലാം ഉള്ള വലിയ ഷോറൂം.
ഷമ്മാസ് അപ്പോൾ തന്നെ അവിടെ എത്തി. അതെ, തൻ്റെ പ്രിയപ്പെട്ട കാറ് പുതുപുത്തനായി അവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. റബ്ബേ മാഷാ അല്ലാ, എൻ്റെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറായിരുന്നത്. എൻ്റെ ഉമ്മയുടെ കൈകളിൽ നിന്ന് ചാവി കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിയ കാറാണത്. അല്ലാ ബർക്കത്ത് ശരിയണേ അല്ലാ. ഷമ്മാസിനെ കണ്ടപ്പോൾ തന്നെ ഷമ്മാസ് വരൂ, എന്താ പുതിയ വണ്ടി നോക്കണ്ടേ? പുതിയ വണ്ടി നോക്കണം ഇൻഷാ അല്ലാ. പക്ഷേ എൻ്റെ അധികം പഴക്കമില്ലാത്തൊരു വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നു. അതതാ നല്ല സുന്ദര പൊട്ടപ്പനായി നിൽക്കുന്നുണ്ടല്ലേ. എന്താലേ ഇപ്പോഴെൻ്റെ ലുക്ക് തന്നെയല്ലേ. ക്യാഷ് മുടക്കിയ സാധനമല്ലേ, ലുക്ക് ഇല്ലാതിരിക്കൂലല്ലോ. അവിടുത്തെ കടക്കാരൻ പറഞ്ഞു. അടിപൊളിയാണ് സാറേ ആ വണ്ടി, എന്തൊക്കെ തന്നെയാലും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പെർഫോമൻസും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. അല്ല ഇവിടെ ബൈക്കിൻ്റെ ഷോറൂം ഇതാ, പിന്നെതാ ബൈക്ക് ഐറ്റംസ്, ബുള്ളറ്റ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണല്ലോ. ഓക്കെ. അല്ല ഷമാസ്, പുതിയത് നോക്കണോ അത് കൊണ്ടുപോകണോ? തൽക്കാലം ഇത് തന്നെ കൊണ്ടുപോട്ടെ. അതിന് മുതൽ സാധനം തന്നെയാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് ബൈക്കൊന്ന് നോക്കട്ടെ. അവൻ ഒരുപാട് ബൈക്കും സ്കൂട്ടിയും കാര്യങ്ങളുമെല്ലാം അതാ നോക്കുന്നു. നല്ല നല്ല ഐറ്റംസ് മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഇനിയിപ്പോൾ എന്താ ബുള്ളറ്റും ഇതൊക്കെ കഴിഞ്ഞ് സ്കൂട്ടിയും ബൈക്കുമായി നോക്കുന്നത്? അല്ല അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് എന്തൊക്കെ തന്നെയാലും കുഴപ്പമില്ല. അല്ല നിങ്ങൾ വണ്ടീൻ്റെ പേയ്മെൻറ്റ് അത് ഞാനിതാ തിരിച്ചു തരാം. സെയിം പേയ്മെൻറ്റ് തന്നെ അവൻ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ വണ്ടിൻ്റെ ഭ്രാന്ത് കൊണ്ട് മാറിയിട്ടില്ലല്ലേ? ഇല്ല ഇൻഷാ അല്ലാ, അതൊക്കെ ഇനി വേറെ വണ്ടി പിന്നീട് എടുക്കാം. ഇപ്പോൾ ഉമ്മാക്ക് ഇഷ്ടമായതുകൊണ്ടേ അത് ഉമ്മാക്ക് ഇങ്ങനെ കൺമുമ്പിൽ കാണണം, അതുകൊണ്ടാണ്. ഷമ്മാസ് സദാ തൻ്റെ പ്രിയപ്പെട്ട വാഹനം തിരിച്ചെടുക്കുന്നു, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. പെട്ടെന്നതാ ഷമ്മാസ് ഫോണെടുത്ത് പള്ളിയിലെ ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ ഉസ്താദേ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷമ്മാസ് എവിടെ നിങ്ങൾ? ഉസ്താദേ നിങ്ങൾ തിരക്കാണോ? ഹേയ് അല്ലല്ല, ഞാൻ തിരക്കൊന്നല്ല. ഞാനിങ്ങനെ ജസ്റ്റ് ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മയങ്ങട്ടെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഉസ്താദേ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ CPS ഷോറൂമിലേക്ക് ഒന്ന് വരാമോ? എന്താ മോനെ, എൻ്റെ വണ്ടി ഞാൻ അവിടെയല്ല നന്നാക്കാൻ കൊടുത്തത്, അതിൻ്റെ തൊട്ടപ്പുറത്ത്. അതെന്തായി? അത് എന്തൊക്കെ എഞ്ചിനൊക്കെ മാറ്റാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ വിചാരിച്ചു. ഓക്കെ ഉസ്താദേ, ഒന്ന് നിങ്ങൾ വരുമോ? ഒരു അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഷമ്മാസ് ഞാനിപ്പോൾ വരാം. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഓട്ടോ വിളിച്ച് CPS ഷോറൂമിൻ്റെ അരികിലേക്ക് വന്നു. ഷമ്മാസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ ഷമ്മാസ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ല എന്തപ്പോൾ ഇവിടെയൊക്കെ? അല്ല ഉസ്താദ്, നിങ്ങളെ വണ്ടി എവിടെയാണ്? എൻ്റെത് താഴെ അവിടെയാണ്. അത് എന്തൊക്കെയോ ഒരുപാട് പണി എടുപ്പിച്ചതാണ്, പക്ഷേ വീണ്ടും കംപ്ലൈൻറ്റ്. ഉസ്താദേ ഒരുപാട് പണി എടുപ്പിച്ച് വീണ്ടും തള്ളിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പറ്റൂല എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ഒഴിവാക്കണം, അല്ലാതെ പിന്നെ അത് കേടുവരില്ലേ. ഉസ്താദേ എന്നാ വരി. ഷമ്മാസ് എങ്ങോട്ടാ? വരി, ഇതൊന്ന് പിടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു വലിയ ചാവി അത് ഉസ്താദിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഷമ്മാസ് ആവശ്യപ്പെടുന്നു. എന്ത് ഷമ്മാസ്, എനിക്ക് മനസ്സിലായില്ല. ഇത് ഉസ്താദിന് വരി. ഒരുപാട് നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന മനോഹരമായ ബൈക്കുകൾ, സ്കൂട്ടികൾ. ഉസ്താദേ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം? ഏതാണ് നല്ലത്? ഇതിലേത് സെലക്ട് ചെയ്യാണ് നല്ലത്? എനിക്ക് എപ്പോഴും ഇഷ്ടം സ്കൂട്ടിയാണ്. അതായത് എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ വെച്ച് കൊണ്ടുപോകാനും വീട്ടിലേക്ക് സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാനൊക്കെ ഏറ്റവും നല്ലത് സ്കൂട്ടിയാണ്. ഷമ്മാസിന് എടുക്കാനല്ലേ? അതെ, എനിക്ക് എടുക്കാൻ വേണ്ടിയാണ് ഉസ്താദേ. നിങ്ങൾ പറയും, നിങ്ങൾ ഏതാണ് എടുക്കാൻ നല്ലത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഉസ്താദിന് ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെ കൈകൾ കൊണ്ടാവുമ്പോഴേ അതൊരു വർക്കത്താണല്ലോ. അത്യാവശ്യമായിട്ട് ഒരു സ്കൂട്ടി വേണേനോ. മോനെ ഷമ്മാസ്, എപ്പോഴും സ്കൂട്ടിയാണ് നമുക്ക് പറ്റും. നമ്മൾ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ബൈക്കാണ് നല്ലത്. പക്ഷേ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകൽ അത്യാവശ്യമായിരിക്കുമല്ലോ. അരി സാധനങ്ങളെല്ലാം വെച്ച് കൊണ്ടുപോകാൻ എപ്പോഴും എനിക്കെപ്പോഴും യൂസ്ഫുൾ സ്കൂട്ടറാണ്. അതുകൊണ്ടല്ലേ ഞാൻ പഴയത് ഇങ്ങനെ നന്നാക്കി കൊണ്ട് നടക്കണത്. മോനെ ഇത് നല്ല സാധനം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെടുത്തോ, ഇത് നിനക്ക് നന്നായിട്ട് ചേരും. അതെ ശരിക്കും ഒരു
ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള ഒരു സ്കൂട്ടിയായിരുന്നു അത്. ഉസ്താദേ, ഇത് രസമുണ്ടോ? അവൻ അതിൽ കയറിയിരുന്നു. അടിപൊളി ലുക്കാ മോനെ, ഇനി ഉസ്താദ് ഒന്ന് കയറിയെന്നേ. അങ്ങനെ അതാ ഉസ്താദും അതിൽ കയറിയിരിക്കുന്നു. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. വാവ്, വെരി ബ്യൂട്ടിഫുൾ കേട്ടോ, ശരിക്കും ഉസ്താദിനെ പറ്റിയത്. നല്ല സെലക്ഷനാണല്ലോ. എന്നാൽ ശരി ഉസ്താദേ, ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സെലക്ട് ചെയ്തതിൽ. അതെന്താ, അത്യാവശ്യത്തിന് എനിക്ക് വേണം. പിന്നെ എൻ്റെ ബുള്ളറ്റ് പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കും, അതൊന്നും കഴിയൂല. ഇതാകുമ്പോൾ പിന്നെ ഉമ്മേനെയൊക്കെ വെച്ച് വേണ്ടി അത്യാവശ്യം വേണേൽ കാറിൽ കയറാത്തപ്പോൾ അങ്ങനെ പോവുകയും ചെയ്യാം. ഷാമോനെ, എന്തായാലും പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും ഈ വാഹനത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഉസ്താദെ, നിങ്ങളതൊന്ന് കയറിയിരുന്നൊന്ന് ഓട്ടി കാണിച്ചു തരുമോ? എന്താ ഷമ്മാസേ അറിയാത്ത പോലെ. ശരിക്കും ഉസ്താദ് അതിൽ കയറി അതാ ആ റോട്ടിലേക്ക് ഇറക്കിക്കോളൂ. വണ്ടി അതാ താഴേക്ക് ഇറക്കുന്നു. ഷമ്മാസ് പെട്ടെന്ന് ഓടി വന്നു. ഉസ്താദെ, പോയിക്കോളി വീട്ടിലേക്ക് ഇതുമായി. പെട്ടെന്ന് ഉസ്താദ് ഞെട്ടിപ്പോയി. ഷമ്മാസ്, നീ എന്താ പറയുന്നത്? ഇത് നിൻ്റെ ബൈക്കല്ലേ? ഇതുമായി ഞാൻ അല്ല, ഇതെൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ടാണ്. പഴയ ബൈക്ക് ഇനി നോക്കണ്ട, അതങ്ങ് കൊടുത്തേക്കോ. അതിൻ്റെ ക്യാഷ് എത്ര വെച്ചാൽ വാങ്ങിക്കോളൂ. പക്ഷേ ഈ ഒരു ബൈക്ക് ഇത് ഉസ്താദിനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ വാങ്ങിത്തന്നാവൊന്നും പറയണ്ട. കാരണം അള്ളാഹുവിന് ഇഷ്ടമല്ല അവരൊക്കെ കൊടുക്കുന്നത് പറയുന്നത്. ഞാനും നിങ്ങളും പഠിച്ച റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ഷമ്മാസ്, നീ ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് മോനെ പറയുന്നത്? ഉസ്താദ് സ്കൂട്ടിയിൽ നിന്നിറങ്ങി. അല്ല ഉസ്താദെ, ഇറങ്ങണ്ട, കയറിയിരിക്കേ. ദുആ ചെയ്യണം, അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. ദുആ ചെയ്യണം. ഷമ്മാസ് വിതുമ്പി. സത്യം പറഞ്ഞാൽ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു പോയി. മോനെ, എന്തിനാണ് ഇത്രയധികം സ്നേഹിച്ചു കൊല്ലുന്നത് എന്നെ നീ? ഉസ്താദെ, നിങ്ങളെ കണ്ണീര് വീഴാൻ പാടില്ല. ഇവിടെ പോയിക്കോളി, പള്ളിയിലേക്ക് ദുആ ചെയ്യണം. എന്നിട്ട് ഇന്ന് മക്കളുടെ അരികിലേക്ക് പോകണം ഈ പുതിയ വണ്ടിയായിട്ട്, ഇൻഷാ അല്ലാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഉസ്താദിനെ വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നിമിഷം ഉസ്താദ് ദുആ ചെയ്തു. റഹ്മാനെ, അല്ലാ, ഇതുപോലെയുള്ള ആളുകളെയാണ് റഹ്മാനെ നമുക്ക് ആവശ്യം. റഹ്മാനെ, ഇത്രയ്ക്ക് നല്ല സ്വതക്ക ചെയ്യുന്ന ആ ഒരു ഫാമിലി, ആ ഉമ്മ, ആ മകൻ, റഹ്മാനെ അല്ലാ, അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ഉസ്താദെ, പോയിക്കോളി. അല്ല, പോകല്ലേ, ഞാൻ വണ്ടിയോട് നിർത്തിയിട്ട് വരി, നമുക്കൊരു ഫുഡ് കഴിക്കാം. വേണ്ട മോനെ, അതൊക്കെ പള്ളിയിൽ നിന്ന് ഞാൻ കഴിച്ചുകൊണ്ട്. അല്ല ഉസ്താദെ, ഇന്ന് അവിടെ ഉസ്താദിൻ്റെ മുസ്ലിയാർ മക്കളൊക്കെ മൂല്യാരൊട്ടികളെ കഴിച്ചോട്ടെ. ഇന്ന് വരി, നമുക്ക്. ഷമ്മാസിൻ്റെ നിർബന്ധപ്രകാരം അതാ ഒരു ഹോട്ടലിലേക്ക് അവർ കയറുന്നു. ഉസ്താദെ, മന്തി ബിരിയാണി എന്താ വേണ്ടത്? പൊന്നു മോനെ, ഒന്നും വേണ്ടടാ, നിൻ്റെ മുഖം കണ്ടാൽ തന്നെ മതിയല്ലോ എനിക്ക്. അപ്പോഴേക്കും ഫുഡെല്ലാം ഷമ്മാസ് ഓർഡർ ചെയ്തു. ഉസ്താദ് ഇഷ്ടമുള്ള കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? മോനെ, അത് ഇപ്പോൾ ഷമ്മാസ് അതാ ഉസ്താദിന് വിളമ്പി കൊടുക്കുന്നു. ഉസ്താദ് സങ്കടം കൊണ്ട് ഉസ്താദിന് കഴിക്കുവാനേ കഴിയുന്നില്ല. ഉസ്താദെ, കുഴപ്പമില്ല, കഴിച്ചോളി. വീട്ടിലേക്ക് ഞാൻ കുറച്ച് ഓർഡർ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് അത് ഉസ്താദ് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കേ കേട്ടോ. അപ്പോൾ തന്നെ അതാ ഉസ്താദിൻ്റെ വീട്ടിലേക്കുള്ള മന്തിയും അൽഫാമുമെല്ലാം പാർസൽ വാങ്ങുന്നു. ഇതാ താഴേക്ക് അവർ ഇറങ്ങിച്ചെന്ന് നേരെ ഉസ്താദിൻ്റെ ബൈക്കിൻ്റെ ഡിക്ക് തുറന്നതിലേക്ക് വെച്ചു. ഉസ്താദെ, നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോയിട്ട് എന്താ പറയുക, തിരിച്ച് പോകുമ്പോൾ കൊടുത്താലും മതി. പക്ഷെ ഇപ്പം നല്ല ചൂടോട് കൂടിയാണ് ഉസ്താദ്. ഇപ്പോൾ പോവുകയാണെങ്കിൽ മക്കൾ ഫുഡ് കഴിക്കാൻ, നമ്മൾ കുറച്ച് നേരത്തെയാണല്ലോ, ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ എത്താം. എന്താ ഉസ്താദിന് സഹിക്കാൻ കഴിയുന്നില്ല. റഹ്മാനെ, പഠിച്ചോൻ, ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ ദുനിയാവിൽ. ഷമ്മാസ്, ഞാൻ എങ്ങനെ നന്ദി പറയണേ? ഉസ്താദേ, ഉസ്താദ് വാള് പറയാറുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രക്കും കാരുണ്യവാനാണെന്നുള്ളത്. അതെ, അതിനെല്ലാം തെളിവാണിത്, പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം. ഷമ്മാസ്, എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ തന്നെ ഉസ്താദ് ഇതാ വിളിച്ചു പറയുന്നു അവിടുത്തെ പള്ളി ദർസിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ. ഹലോ മക്കളെ, പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആവട്ടോ, നിങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ. ഓക്കെ ഉസ്താദെ. അവർക്കും ഉസ്താദ് പോയപ്പോൾ വളരെ ഹാപ്പി. അങ്ങനെ അതാ ഉസ്താദ് ആ പുതിയ ബൈക്കുമായി നേരെ അതാ വീട്ടിലേക്ക് പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എനിക്കറിയുന്നില്ല. ഉസ്താദിന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. റബ്ബേ, എൻ്റെ പൊന്നു മക്കൾ
അല്ലാ പഠിച്ചോനെ, അവർക്ക് ഞാൻ ഈ സന്തോഷങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു മാനസികാവസ്ഥ, അതിന് കാരണക്കാരനായ ഷമ്മാസ്, റബ്ബേ അല്ലാ, നീ അർഹമായ പ്രതിഫലം കൊടുക്കല്ല. ഒരുപാട് പാവങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് റഹ്മാനെ. ഓർത്തോർത്ത് ഉസ്താദ് അതാ അവരുടെ വീടിനടുത്ത് എത്തിത്തുടങ്ങുകയാണ്. ഹോൺ അടിച്ചുകൊണ്ട് ഉസ്താദ് അതാ വീടിൻ്റെ ആ റോഡിനെ തിരുകയാണ്. മുറ്റത്തേക്ക് വണ്ടി പതുക്കെ കയറ്റി ഹോൺ അടിച്ചു കൊണ്ടിരുന്നു. ആരാ മക്കളെ ഹോൺ അടിക്കുന്നത്? ബീവിയുടെ ആ ഒരു ശബ്ദം. അറിയില്ല ഉമ്മച്ചി, പോയി നോക്കണോ? ആ, നിർത്താതെ ഹോൺ അടിക്കുന്നുണ്ടല്ലോ. ഉപ്പച്ചി വരുന്ന ദിവസമായിട്ടില്ല. ഉപ്പച്ചി ഇവിടെ എല്ലാവരും എന്തപ്പത് സംഭവം? മക്കൾ അതാ കോലായിലേക്ക് ഇറങ്ങിച്ചെന്നു വരിവരിയായി. പെട്ടെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പച്ചി പുതിയ ബൈക്കിൽ വന്ന ആ ഒരു കാഴ്ച കണ്ട് ആ മക്കൾ ഞെട്ടി. ഉപ്പച്ചി എന്ന് പറഞ്ഞ് ചെറിയ മക്കൾ ഇറങ്ങി അതാ ബൈക്കിനടുത്തേക്ക് ചെന്ന്. വലിയ മക്കൾ അകത്തേക്ക്. ഉമ്മച്ചി ഇത് നോക്കിക്കേ. എന്താ മക്കളെ, ആരെങ്കിലും ഹോൺ അടിക്കുമോ? ഉമ്മക്ക് ഇറങ്ങി ചെല്ലാൻ പാടുണ്ടോ? ഉമ്മ വരി, ഒരു സർപ്രൈസാണ്. എന്താ മക്കളെ, ഉപ്പച്ചി ഇവിടെ ഇല്ലാതെ അവിടെ നിൽക്കി, ഞാൻ എൻ്റെ മുഖം ഒന്ന് മറക്കട്ടെ. പെട്ടെന്ന് തന്നെ ഷാള് കൊണ്ട് മുഖം മറച്ച് കെട്ടി ബീവി അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുവാണ്. ഉമ്മച്ചി വരി, സർപ്രൈസാണ്. മക്കളെ അങ്ങനെ പോകാൻ പാടില്ലല്ലോ, ഏതെങ്കിലും ആൾക്കാരായിരിക്കുമല്ലോ. അല്ല, വന്ന് നോക്കി ഉമ്മച്ചി, വന്ന് നോക്കി. അവർ ഉമ്മച്ചിയെ പിടിച്ച് വലിക്കുന്നു. ജനലിനുള്ളിലൂടെ നോക്കിയ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടി. അവളുടെ കൈകാലുകൾ തളർന്നു. അല്ലാ ഇക്ക. അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക്. ഇക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇക്ക, വണ്ടി മാറ്റിയെടുത്തോ? ഇതെന്താ പെട്ടെന്ന് സർപ്രൈസായിട്ട്? അതൊക്കെ പറയാം മക്കളെ. സത്യം പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മക്കൾക്ക് വേണ്ടി അതാ കരുതിയ ആ 2 പൊതികളാണ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചത്. ഹായ്, ഇതെന്താ കേക്കോ? മക്കൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇക്ക വരി, ഭക്ഷണം കഴിക്കാം. എന്തടി കറിയുള്ളത്? മുരിങ്ങയിൽ താളിച്ചതുണ്ട്, ഉണക്കമീൻ പൊരിച്ചതുണ്ട്. എന്താ? മതി, ഇപ്പോൾ വേണ്ട കേട്ടോ. മക്കൾക്ക് നീ ഭക്ഷണം എടുത്തു കൊടുത്തേ. ഇതെന്താ ഇക്ക? ഇത് അൽഫാം മന്തിയാണ്, എടുത്തു കൊടുക്ക്, വിളമ്പി കൊടുക്ക്. യാ അല്ലാ, സത്യമാണോ? അതെ പെണ്ണേ. അല്ലിക്ക, ഇതൊക്കെ എങ്ങനെ? അതൊക്കെ പറയാം, നീ വിളമ്പി കൊടുക്ക്. സത്യം പറഞ്ഞാൽ ഉസ്താദിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. തൻ്റെ മക്കളുടെ അരികിലേക്ക് അത്രയ്ക്ക് സന്തോഷകരമായ ആ ഒരു കയറി വരുന്ന രംഗം. ഇക്ക, ഇതിലെന്താ വലിയൊരു കേക്കുണ്ടല്ലോ? കേക്കോ? അതിപ്പോ ഓ, എന്ന മക്കൾക്ക് ചോറ് കൊടുക്കുക, എന്നിട്ട് കൊടുക്കാം. അവർ മക്കളെല്ലാവരും കൂടി കേക്കെന്ന് പറഞ്ഞ് തിരക്ക് കൂടാൻ എന്നെ മുറിച്ച് കൊടുക്ക്. സത്യം പറഞ്ഞാൽ മക്കൾക്ക് അത് കിട്ടിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇക്ക, ഇതൊക്കെ ഞാൻ പറയാൻ പെണ്ണേ, ഇതൊക്കെ ഷമ്മാസ് വാങ്ങിത്തന്നതാണ്. സത്യമായിട്ടും? അപ്പോൾ ആ ബൈക്ക്? അതും എനിക്ക് വേണ്ടി. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇക്ക, പടച്ചറബ് നമ്മെ എത്ര സന്തോഷിപ്പിക്കുന്നു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ഏയ് കരയല്ല പെണ്ണേ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പറയാറില്ലേ, നമ്മളെ ബുദ്ധിമുട്ടിയെന്ന് കരുതുമ്പോൾ ആ നിമിഷം പടച്ച റബ്ബ് നമ്മളിലേക്ക് ഒരാളെ ഇറക്കും. അതുപോലെയാണ് ഷമ്മാസ്. നമുക്ക് പല ഘട്ടങ്ങളിലും അവൻ വല്ലാത്തൊരു ഹെൽപ്പായി വന്നിട്ടുണ്ട്. ഇക്ക, എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. സത്യമായിട്ടും ആ ബൈക്കിനൊക്കെ എത്ര പൈസ വന്നിട്ടുണ്ടാവും? അതെടി, ആ സ്കൂട്ടി എന്നോട് ചോദിച്ചു, സ്കൂട്ടി വേണോ, ബൈക്ക് വേണോ, ബുള്ളറ്റ് വേണോ? പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലടി. നല്ലൊരു സ്കൂട്ടിയാണത്. അല്ലാ ഇക്ക, നമുക്കൊരീസാరి വീട്ടിലേക്ക് പോകട്ടോ. കാരണം ആ ഉമ്മ നമുക്ക് പലതും കൊടുത്തയച്ചു. അവിടെ ഗർഭിണിയായ ഷമ്മാസിൻ്റെ ഭാര്യയുണ്ട്. അവരെ കാണുവാൻ പോലും നമ്മൾ പോയിട്ടില്ല. എന്ത് മോശമായി പോയി. ഇൻഷാ അല്ലാ അതൊക്കെ പോകാം. അല്ല പെണ്ണേ, നീ കഴിക്കുന്നില്ലേ? ഇക്ക, എനിക്ക് സങ്കടം കൊണ്ട് വരിക്ക, ഞാനും കുറച്ച്, നമുക്ക് 2 പേർക്കും കഴിക്കാം. എന്നാൽ ഉസ്താദ് തന്നെ അതാ എല്ലാ മക്കൾക്കും ഓരോ പിടി ചോറ് വാരിക്കൊടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലും
ചോറ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുന്നു. അവൾ ആവേശത്തോടെ അത് കഴിക്കുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഉസ്താദിൻ്റെ കുടുംബം അന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഇക്ക ഇന്നിനി പോകണുണ്ടോ? ഇന്ന് പോകണോ? വേണ്ടിക്ക, ഇന്ന് പോവണ്ട, ഇന്ന് നമുക്കിവിടെ കൂടാം. അപ്പോൾ തന്നെ അതാ ഉസ്താദ് വിളിച്ചു പറയുന്നു, ഹലോ മക്കളെ, പിന്നെ ഞാൻ ഇന്ന് വരില്ല കേട്ടോ ഉസ്താദ്, ഞങ്ങൾക്ക് അറിയാലോ ഉസ്താദ് നാളെ ഇനി എത്തുള്ളൂ, നാളെ വന്നാൽ മതി. ഓക്കെ ഓക്കെ മക്കളെ, ബാങ്കിൻ്റെ ടൈമും കാര്യങ്ങളും തെറ്റല്ലേ കേട്ടോ, അതൊക്കെ ഒന്ന് കറക്റ്റ് രീതിയിൽ. ഓക്കെ ഓക്കെ ഉസ്താദ്, ഒരു വിഷമം നിങ്ങൾ വിഷമിക്കണ്ട, നാളെ വന്നാൽ മതി. എല്ലാവരും നല്ല സപ്പോർട്ടും സന്തോഷവും. ആ ദിവസം രാത്രി ഉസ്താദിൻ്റെ വല്ലാത്തൊരു സന്തോഷമുള്ള രാത്രിയായിരുന്നു. അല്ലാ, അൽഹംദുലില്ലാ. റഹ്മാനെ, അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. എന്നാൽ ഈ സമയം ഷമ്മാസിനെ കാണാനായിട്ട് ഉമ്മ നോക്കി നിൽക്കുകയായിരുന്നു. എവിടെ റബ്ബേ ഈ കുട്ടി പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ ഷോപ്പൊക്കെ പോകണമെന്നില്ല, കൊടുക്കണമെന്നോ അങ്ങനെ എങ്ങനെ നടത്താൻ കൊടുക്കണമെന്നൊക്കെ പറയും. ഇവനിപ്പോൾ ഇത് എവിടെ പോയി കിടക്കുക റബ്ബേ, ഇത്രയായിട്ടും കാണുന്നില്ലല്ലോ. പെട്ടെന്നതാ ഉമ്മ നോക്കി നിൽക്കെ ഷമ്മാസിൻ്റെ ആ ഒരു കാറുമായിട്ട് അവൻ കടന്നു വരുന്നു. ഉമ്മ ശരിക്കും ഞെട്ടി. അത് കണ്ടപ്പോൾ ഉമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അല്ലാ, എൻ്റെ കുട്ടീനെ വണ്ടിയുമായി തിരിച്ചെന്നു. മോളെ നുസി, മോളെ. നുസൈബ അങ്ങോട്ട് വന്നു. അല്ലാ, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് ഡോർ തുറന്ന് പുറത്ത്, ഉമ്മ, നുസി, സമാധാനായോ? പൊന്നു മോനെ, അൽഹംദുലില്ലാ, കിട്ടിയല്ലോ എൻ്റെ കുട്ടീൻ്റെ വണ്ടി, എനിക്കത് മതി, സന്തോഷമായി. ആ ഉമ്മ കണ്ണീർ വാർത്തു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശബ്ദത്തിന് നല്ല മാറ്റം ഉണ്ടല്ലേ? ഇപ്പോഴും പഴയ രീതിയിലുള്ള സൗണ്ട് വരാൻ ഇൻഷാ അല്ലാ കുറച്ച് ദിവസമൊക്കെ പിടിക്കുമായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. അതുപോലെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് കൊടുക്കട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തവർ നമ്മുടെ സ്റ്റോറി കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ അവർക്ക് നമ്മളെക്കാൾ കാണുവാനുള്ള കാഴ്ചകൾ കൂടുതലുണ്ടാവും അല്ലേ? അവർക്കൊക്കെ ഉള്ളതായിരിക്കും അത്. ആദ്യമൊക്കെ അവരായിരിക്കും കയറുക. എന്തൊക്കെ തന്നെയാലും നമ്മളെയും പിടിച്ചു കയറ്റാനുള്ള ഭാഗ്യം അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.